എല്ലാവർക്കും നമസ്കാരം. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ചക്ക മാഹാത്മ്യം എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. ചക്കയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച്, ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിവിധ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വിശദമായ ക്ലാസും അതോടൊപ്പം തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നേരിട്ട് ആ ക്ലാസ് കൊടുത്തുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ കുട്ടികളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുപാടും കാണുന്ന നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ സാധനങ്ങളെ കുറിച്ച് കൃത്യമായ അറിവ് കുട്ടികൾക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും വിലയേറിയ ഔഷധ മൂല്യങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് അറിയാതെ പോകുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ച് കുട്ടികളോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുക, അതോടൊപ്പം തന്നെ അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് കൃത്യമായി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുക, ലൈവായി ഉണ്ടാക്കി കാണിക്കുക എന്നുള്ള പരിപാടികളാണ്. ഈ ക്ലാസ് നയിക്കുന്നത് പ്രിയപ്പെട്ട KVC ഗോപി മാസ്റ്ററും ശശിയേട്ടനുമാണ്. ഈ രംഗത്ത് നിരവധി വർഷങ്ങളായി വിവിധ ക്ലാസുകൾ നയിച്ചുകൊണ്ട് ഏറ്റവും നല്ല കർഷകർക്കുള്ള അവാർഡ് വരെ വാങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട ഈ സുഹൃത്തുക്കളെ സ്നേഹാദരങ്ങളോടെ സിൽവർ ഹിൽസിലേക്ക് ഈ ഒരു പരിപാടി നയിക്കുന്നതിനായി, ഈ ക്ലാസുകൾ നയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ഗോപി KVC, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഞാനിപ്പോൾ ഉള്ളത് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോടാണ്. ഈ വിദ്യാലയത്തിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾക്ക് വേണ്ടി ചക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ചക്ക. എന്നാൽ നമ്മുടെ മലയാളികൾക്ക് ഈ ചക്കയെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതേപോലെ ചക്കയിൽ നിന്നുണ്ടാക്കുന്ന പുതിയ തരം വിഭവങ്ങളും ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ചക്കയുടെ ഗുണമെന്ന് പറയുന്നത്, ഒന്ന്, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മൂപ്പത്താത്ത ചക്ക ഉപ്പ് ചേർക്കാതെ ദിവസവും കഴിഞ്ഞാൽ നമ്മുടെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ കഴിയും. അതേപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചക്ക വളരെ പ്രധാനപ്പെട്ടതാണ്. ചക്ക നേരിട്ട് കഴിക്കുമ്പോൾ തുടർച്ചയായി ചക്കപ്പുഴുക്കും ചക്കക്കറിയും വെച്ച് കൊടുക്കുന്നേരം അത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അത് മടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, ചക്ക ചകിണി കൊണ്ട് മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ പ്രായോഗികമായി അത് കാണിച്ചു കൊടുക്കുകയാണ്. ചക്ക ചകിണി മുറിച്ച് വെച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ നേരിട്ട് ഉണ്ടാക്കി കുട്ടികളെ കാണിച്ചു കൊടുക്കുകയാണ്. അതേപോലെ ചക്കക്കുരു പായസം ഉണ്ടാക്കുന്ന രീതി, ചക്കക്കുരു അരച്ച് അതിനോടൊപ്പം തന്നെ ഗോതമ്പ് നുറുക്കും ചേർത്ത് തേങ്ങാപ്പാൽ നല്ല രുചികരമായ ഭക്ഷണ പദാർത്ഥമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതേപോലെ ചക്ക ചിക്കൻ റോള്, ചക്ക കൊണ്ടുള്ള പൊരി, ചക്കപ്പഴം പൊരി, ചക്കക്കുരു കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി, ചക്ക ഹൽവ, ചക്ക ബർഫി തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ശശിധരൻ എന്നാണ്. ഞങ്ങൾ കായണ്ണയാണ് താമസിക്കുന്നത്. ചേളന്നൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പോൾ
ഇപ്പോൾ പരിപൂർണ സമയവും കൃഷിയിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ജൈവ കൃഷിയാണ് ഞങ്ങൾ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള ചക്ക പോലുള്ള വിവിധങ്ങളായ ജൈവോൽപ്പന്നങ്ങളെ ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി വിവിധങ്ങളായ ക്ലാസ്സുകളും കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് സംഘടിപ്പിക്കാറുണ്ട്. നമ്മൾ മറ്റുള്ള സംഘടനകളുമായി ചേർന്ന് ക്ലാസ്സുകൾ ഒട്ടേറെ നടത്താറുണ്ട്. ആ രൂപത്തിൽ ഇന്ന് ഇപ്പോൾ നമ്മുടെ ചക്ക സീസണാണ്. ചക്ക കാലാകാലം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചക്ക കുറേ കൂടി നേരത്തെയായിരുന്നു അവസാനിച്ചത്. എന്നാൽ ഈ വർഷം കുറേ കൂടി മുന്നോട്ട് 1-2 മാസം കൂടി ചക്ക ലഭ്യമാകുന്നൊരവസ്ഥയാണുള്ളത്. പക്ഷേ മഴക്കാലമായതിനാൽ ഇപ്പോൾ ചക്ക നമുക്ക് വേണ്ടത്ര രൂപത്തിൽ ചക്കയായി തന്നെ ഉപയോഗിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളായി സൂക്ഷിച്ചു വെക്കുകയും വിരുന്നുകാർക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റം വരുത്താൻ വേണ്ടി കഴിയും. വിവിധങ്ങളായ നേരത്തെ ഗോപി മാഷ് പറഞ്ഞ പോലെ തന്നെ ഒട്ടേറെ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചക്കയുടെ ഔഷധ ഗുണങ്ങൾ, ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ് ചക്ക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ക്യാൻസറിനുള്ള മരുന്ന് പോലും ചക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് വളരെയധികം അതിശയോക്തി നിറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചക്ക എന്നുള്ളത് നമുക്ക് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായി ഇന്ന് മാറിയിരിക്കുകയാണ്. ചക്കയുടെ എല്ലാ വിഭവങ്ങളും മനുഷ്യന് കഴിക്കാൻ, എല്ലാ ഭാഗങ്ങളും മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന വസ്തുക്കളായി മാറുകയാണ്. ആ രീതിയിൽ അതിനെ പാകപ്പെടുത്തുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, ചില ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് പാകപ്പെടുത്തിയാൽ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമുക്ക് പരമാവധി ജനങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ആയി മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്. എല്ലാവരുടെയും സഹായവും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു.